ഈ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം, അതായത് കല്യാണം കഴിഞ്ഞ് ചിലപ്പോൾ ഒരു കുട്ടിയൊക്കെ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പുതുമോടിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയം. അപ്പോൾ ചിലപ്പോൾ പല പെൺകുട്ടികൾക്കും ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റ് വേണം, ഇൻഡിപെൻഡൻ്റായി ജീവിക്കണം എന്നൊക്കെയുള്ളൊരു താല്പര്യം ഉണ്ടാവും. അതായത് സ്വന്തമായി എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും സ്വന്തമായി ചെയ്യും അങ്ങനെയല്ല. കുറച്ച് കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ മക്കളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കാൻ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവരോട് ചോദിക്കേണ്ടായിരുന്നു എന്നുള്ള ഒരു കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ളത്. പക്ഷേ ഒരു ജോലിക്ക് പോകുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത്യാവശ്യം വീട്ടിലൊരു അംഗസംഖ്യ, അല്ലെങ്കിൽ അത്യാവശ്യം പറമ്പോ കാര്യങ്ങളോ, അല്ലെങ്കിൽ വീട്ടുകാര്യങ്ങൾ അത്യാവശ്യം നോക്കുക, പാത്രം തേച്ചുക, വെച്ചുണ്ടാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചധികം ഒരു പരിധിയിൽ കൂടുതലുള്ള ഒരു വീട്ടിലേക്കാണ് കെട്ടിച്ച് വിട്ടതെന്നുണ്ടെങ്കിൽ ആ വീട്ടുകാർക്ക് മേ ബി ചിലപ്പോൾ വീട്ടിൽ നിൽക്കുന്നതായിരിക്കാം ഇഷ്ടം. അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്, കുറേ പെൺകുട്ടികളുണ്ട്. ജോലിക്ക് പോകാൻ ഇഷ്ടമുണ്ടെങ്കിലും സാഹചര്യം മൂലം നമ്മൾ വീട്ടിൽ ഒതുങ്ങി കൂടേണ്ടി വരുന്ന കുറച്ച് പെൺകുട്ടികൾ. ഈ പെൺകുട്ടികൾക്ക് ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും കയ്യും കാലം പിടിച്ച് ഒരു ജോലി ശരിയായി ജോലിക്ക് പോകാനൊക്കെ തുടങ്ങിയെന്ന് വിചാരിക്കുക. അപ്പോൾ വീട്ടിലെ പണിയും പോകുന്നിടത്തെ പണിയും, പിന്നെ വീട്ടിലത്തെ പണിക്ക് നമുക്ക് ശമ്പളമല്ല, പോകുന്ന പണിക്ക് നമുക്ക് ശമ്പളം ഉണ്ട്, അപ്പോൾ നമുക്ക് പോകാൻ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാവും സ്വാഭാവികമായും. അപ്പോൾ ഈ പോണ പണിയും നമ്മുടെ വീട്ടിലത്തെ പണിയും എല്ലാം കൂടി ആകുമ്പോൾ അത്യാവശ്യം ടയേർഡാവും. അപ്പോൾ ചിലപ്പോൾ വീട്ടിലെത്തുമ്പോൾ ചിലപ്പോൾ കിടക്ക കണ്ട ശവമാവുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ വീട്ടുകാർ പറയും, നീ എന്തിനത്ര കഷ്ടപ്പെട്ട് പണിക്ക് പോകാൻ നിൽക്കുന്നത്? നിനക്ക് വീട്ടിലിരുന്നാൽ പോരെ, നിനക്ക് വീട്ടിലത്തെ പണിയും കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ കാര്യം നോക്കിക്കൂടെ? അങ്ങനെ പറഞ്ഞ് ഈ ജോലിക്കൊക്കെ പോകുന്നത് അങ്ങ് നിർത്തിക്കുന്ന കുറേ വീട്ടുകാരുണ്ട്. ഈവൻ ചിലപ്പോൾ ഒരു ഹസ്ബൻഡാണെങ്കിൽ പോലും ഇത് മനസ്സിലാക്കൂല. കുട്ടിക്ക് ചിലപ്പോൾ ജോലിക്ക് പോകാനായിരിക്കും ഇഷ്ടം, എനിക്ക് പുറത്ത് പോയി എനിക്ക് എന്താ പറയുക പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരുപാട് പൈസയല്ല എന്നാലും അവനവൻ്റെ ചില്ലറയ്ക്കുള്ള പോക്കറ്റ് മണിയൊക്കെ ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ അതുപോലും നടക്കാതെ ഈ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കി രാവിലെ മുതൽ എല്ലാവർക്കും ഉള്ളത് വെച്ചുണ്ടാക്കുക, പാത്രം തേച്ചുക, വെച്ചുണ്ടാക്കുക, പാത്രം തേച്ചുക, ഈ പണി റിപ്പീറ്റ് അടിച്ച് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അങ്ങനെ എന്നിട്ട് ഈ ക്ഷീണം പിടിച്ച് ലാസ്റ്റ് പറയും, നീ പണിക്ക് പോകണ്ട, നീ വീട്ടിൽ തന്നെ ഇരുന്നോ എന്ന് പറയും. അങ്ങനെ പിന്നെ നമ്മൾ ആകെ ഡെസ്പാവും, നമുക്ക് ഭയങ്കര സങ്കടമാവും, നമ്മൾ ആരോടെങ്കിലുമൊക്കെ സങ്കടങ്ങൾ പറയും, അങ്ങനെ ഇങ്ങനെ നമ്മൾ സ്വയം സമാധാനിക്കാൻ നോക്കും, കുറേ മോട്ടിവേഷണൽ സ്പീച്ചൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കും. അപ്പോൾ അതിൽ പറയും, നമ്മുടെ സന്തോഷം നമ്മുടെ കൈകളിലാണ്, നമ്മളുടെ സന്തോഷത്തിൻ്റെ കീ നമുക്ക് ആർക്കും കൊടുക്കാൻ പാടില്ല, ആനയാണ് ചേനയാണ് മാങ്ങാത്തൊലിയാണ് എന്നൊക്കെ പറയും. ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്നറിയോ? ഇതിൻ്റെയൊക്കെ സ്പെയർ കീ ഉണ്ടല്ലോ, അതായത് നമ്മുടെ സന്തോഷത്തിൻ്റെ സ്പെയർ കീ ചുറ്റുമുള്ള കുറേ ആളുകളുടെ അടുത്തുണ്ട്. അതുള്ളിടത്തോളം കാലം ഒന്നും നടക്കാൻ പോകുന്നില്ല.